ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വൈറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പേപ്പർ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നടുവായിട്ട് 3 പ്രാവശ്യം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേണ്ട പെറ്റലിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തെ പേപ്പറും അതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നും ഉൾഭാഗത്തേക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പെറ്റലിൻ്റെ മേലേക്ക് മറ്റേ പെറ്റൽ വെച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുഴിഞ്ഞ ഷേപ്പിലാണ് കിട്ടുന്നത്. എന്നിട്ട് ആ ഒരു പെറ്റൽസൊക്കെ തന്നെ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ മാത്രമാണ് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഫ്ലവർ അതുപോലെ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഉൾഭാഗത്തേക്ക് ഒരു സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യാത്ത ഫ്ലവറിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കുഞ്ഞ് ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സ്റ്റിക്കാക്കി എടുക്കുന്നുണ്ട്. ചെറുത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. മേലെ ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വശത്തേക്ക് നമ്മളിപ്പോൾ ചെയ്ത ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം തന്നെ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി ഒരു വലിയ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ സ്റ്റിക്കാണ് ചെയ്തെടുക്കേണ്ടത്. നല്ല ഉറപ്പിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് വളച്ചെടുക്കേണ്ട കാര്യമില്ല. ഒന്നാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മേലെ ഭാഗത്തേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു സ്റ്റിക്കിലേക്ക് നേരത്തെ ചെയ്ത ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ വശത്തേക്കും ഓരോന്ന് വെച്ചിട്ട് താഴെ ഭാഗത്തേക്ക് സെലോ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അധികമായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഗ്രീൻ പേപ്പറൊക്കെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതുപോലെ വേസ്റ്റായിട്ട് വന്നിട്ടുള്ള പേപ്പേഴ്സാണ് എടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്ലൂ കളറും റെഡ് കളറും ആണ് എടുത്തിട്ടുള്ളത്. ചെറുതാക്കി തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഡിസൈനുള്ള കുപ്പിയാണെങ്കിലും മതി. അതിൻ്റെ മേലേക്ക് നന്നായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പേപ്പർ ഇതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ റെഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ പശ ആഡ് ചെയ്തിട്ട് ബ്ലൂ കളറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.